പിതാവിനും പുത്രനും പരിശുദ്ധ സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ഇന്ന് ഫെബ്രുവരി 1 ഞായർ. പരിശുദ്ധ സഭ വാങ്ങിപ്പോയ സകല വൈദികരെയും ഓർക്കുന്നതായ കൊഹനോ ഞായറാഴ്ചയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24 അധ്യായം 42 മുതൽ 51 വരെയാണ് സുവിശേഷമായി വായിച്ചത്. കൊഹനോ ഞായറാഴ്ച ദൈവം നമ്മോട് സംസാരിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട സന്ദേശമാണ്. ജാഗ്രതയോടെ ജീവിക്കണം. കർത്താവായ യേശുക്രിസ്തു മത്തായിയുടെ സുവിശേഷം 24 അധ്യായത്തിന് 42 വ്യക്തമായി പറയുന്നു, അതുകൊണ്ട് ജാഗ്രതയോടെ ഇരിപ്പിൻ. നിങ്ങളുടെ കർത്താവ് ഏത് നാളിൽ വരുമെന്ന് നിങ്ങൾ അറിയുന്നില്ല. കർത്താവിൻ്റെ വരവ് ഉറപ്പാ, പക്ഷെ സമയം നമുക്കറിയില്ല. അതുകൊണ്ട് ക്രിസ്തീയ ജീവിതം നാളേക്കായി മാറ്റിവെക്കുന്ന ജീവിതമല്ല, ഇന്ന് തന്നെ തയ്യാറാകുന്ന ജീവിതമാണ്. പലപ്പോഴും നാം ആത്മീയ കാര്യങ്ങളിൽ അലസരാകുന്നു. ഇനിയും സമയമുണ്ട്, പിന്നീട് പ്രാർത്ഥിക്കാം, പിന്നീട് അനുദപിക്കാം എന്ന് കരുതുന്നു. പക്ഷെ ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് സമയം നമ്മുടെ കൈവശമല്ല എന്നതാണ്. യേശു പറയുന്നു, കള്ളൻ ഏത് സമയത്ത് വരുമെന്ന് വീട്ടുടമ അറിഞ്ഞിരുന്നെങ്കിൽ അവൻ ഉറങ്ങുകയില്ലായിരുന്നു. അതുപോലെ തന്നെയാണ് നമ്മുടെ ആത്മീയ ജീവിതം. നാം ഉറങ്ങുമ്പോൾ പൈശാചികൻ നമ്മുടെ വിശ്വാസം സമാധാനമൊക്കെ കവർന്നു പോയേക്കാം. അതുകൊണ്ട് ഓരോ ദിവസവും പ്രാർത്ഥനയിൽ, വചനത്തിൽ, വിശ്വാസത്തിൽ ജാഗ്രതയോടെ ആയിരിക്കുക. ഉറങ്ങുന്ന വിശ്വാസം അത് നഷ്ടപ്പെടും, ജാഗ്രതയുള്ള വിശ്വാസം അത് രക്ഷിക്കപ്പെടും. വേദഭാഗത്തിൽ തുടർന്ന് കാണുന്നു, വിശ്വസ്തദാസന്റെ ഉദാഹരണം. ഉടമസ്ഥൻ തിരികെ വരും. തൻ്റെ ജോലി ആത്മാർത്ഥമായി ചെയ്യുന്ന ദാസനെ കണ്ടാൽ ഉടമസ്ഥൻ സന്തോഷിക്കും. ഇതിലൂടെ ദൈവം നമ്മെ പഠിപ്പിക്കുന്നത് നാം എല്ലാവരും ദൈവത്തിൻ്റെ ദാസന്മാരാണ് എന്നതാണ്. ഓരോരുത്തർക്കും ദൈവം ചില ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. മാതാപിതാക്കളായാലും, യുവാക്കളായാലും, ശുശ്രൂഷകരായാലും, വിശ്വാസികളായാലും എല്ലാവർക്കും ദൈവം നൽകിയതായ ഉത്തരവാദിത്തമുണ്ട്. അവിടെ വിശ്വസ്തയോടുകൂടെ പ്രവർത്തിക്കുവാൻ നമുക്ക് സാധിക്കണം. എല്ലാ കാര്യങ്ങളിലും വിശ്വസ്തതയും സത്യസന്ധതയും നമ്മുടെ മുഖമുദ്രയാകണം. ആരും കാണാത്തപ്പോഴും ദൈവം കാണുന്നുവെന്നറിഞ്ഞ് ജീവിക്കണം. അതാണ് വിശ്വസ്തത. പ്രശംസ ഇല്ലെങ്കിലും സേവിക്കുന്നതാണ് വിശ്വസ്തത. ദൈവം പ്രതിഫലം നൽകുന്നതിന് കഴിവിനല്ല, വിശ്വസ്ത ഹൃദയത്തിനാണ് എന്നത് വിശ്വസ്തരായി തീരാൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. കർത്താവ് ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എൻ്റെ നാഥൻ താമസിക്കുന്നുവെന്ന് കരുതി അശ്രദ്ധയായി ജീവിക്കുന്ന ദുഷ്ടദാസൻ ഒടുവിൽ നാശം അനുഭവിക്കേണ്ടി വരും. ഇതാണ് ഇന്നത്തെ പലരുടെയും അവസ്ഥ. ദൈവത്തെ മറന്ന് സ്വാർത്ഥമായി ജീവിക്കുന്നു, പാപത്തെ ലഘുവായി കാണുന്നു. പക്ഷെ കർത്താവിൻ്റെ വരവ് അപ്രതീക്ഷിതമാണ്. ഇന്ന് അവസരമുണ്ടെങ്കിൽ നാളെ ഉണ്ടാകും എന്നതിന് യാതൊരു ഉറപ്പുമില്ലല്ലോ. വചനം ഈ സാഹചര്യത്തിൽ നമ്മോട് ചോദിക്കുന്നു, ഇപ്പോൾ കർത്താവ് വന്നാൽ ഞാൻ തയ്യാറാണോ? എൻ്റെ ജീവിതം വിശുദ്ധമാണ്? എൻ്റെ ഹൃദയം കർത്താവിനായി ഒരുക്കപ്പെട്ടിട്ടുണ്ടോ? കർത്താവിനെ കാത്തിരിക്കേണ്ടത് ഭയത്തോടെയല്ല, പ്രത്യാശയോടെയാണ്. ഒരു കുട്ടി തൻ്റെ പിതാവിനെ കാത്തിരിക്കുന്ന സന്തോഷത്തോടെ കർത്താവിനെ കാത്തിരിക്കണം. അതിനായി ദിനം പ്രതി ഒരുക്കമുള്ളവരായി വിശുദ്ധിയിൽ ജീവിക്കുവാൻ നമുക്കിടയായിത്തീരും. കർത്താവ് വരുമ്പോൾ നമുക്ക് കേൾക്കുവാനിടയായിത്തീരട്ടെ, നല്ലവനും വിശ്വസ്തനുമായ ദാസ, നീ അകത്തേക്ക് കടന്നു വരിക. പ്രാർത്ഥിക്കാം. കരുണാനിധിയായ കർത്താവെ, ജാഗ്രതയോടെ ജീവിക്കാനുള്ള ആത്മീയ ബോധം ഞങ്ങൾക്ക് തരണമേ. വിശ്വസ്തരായ ദാസന്മാരായി ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുവാൻ ശക്തി പകർന്നു നൽകണമേ. പാപത്തിൽ നകന്ന് വിശുദ്ധിയിൽ നടക്കുവാൻ കൃപ തരണമേ. കർത്താവിൻ്റെ വരവിന് എപ്പോഴും തയ്യാറായതായ ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.